ഇന്ന് സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് സിനിമാ രംഗത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് ശ്രീ ശാന്തിവിള ദിനേശ് സാറാണ്. നമുക്ക് സിനിമയ്ക്കകത്തുള്ള ചില കാര്യങ്ങളിലോട്ട് സംസാരിക്കും. ഈ ജ്യോതിഷവും അന്ധവിശ്വാസങ്ങളൊക്കെ ഏറ്റവും വിഹരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ സിനിമാ മേഖല. അതിൽ ആദ്യത്തെ ഷൂട്ട് എടുക്കുന്ന എവിടെയാണ്, ആദ്യത്തെ പൂജ സൈറ്റ് ഏതാണ്, ആദ്യത്തെ ഷോട്ട് ആരുടെയാണ് എടുക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ പകുതി ശരിയും പകുതി തെറ്റുമാണ്. കാരണം സ്വിച്ച് ഓൺ എവിടെ വെച്ച് നടത്താമെന്ന് ആലോചിക്കാറില്ല. ആദ്യത്തെ ഷോട്ട് എവിടെ എടുക്കാമെന്നും എൻ്റെ പരിചയത്തിൽ ഇതുവരെ എനിക്കറിയില്ല. പക്ഷേ സിനിമ ഈ കോടികൾ കൊണ്ടുള്ള കളിയായതുകൊണ്ടേ ഭയങ്കര പേടിയുണ്ട് എല്ലാവർക്കും. വടവളഞ്ഞി മുരുകൻ തന്നെ എത്ര പേരെ രക്ഷിച്ചെന്നറിയാം. കാരണം അതുപോലെ തന്നെ എത്ര പേരെ തൊലച്ചു എന്ന് പറയാം വടവളഞ്ഞി മുരുകൻ. കാരണം മുരുകൻ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഫിലിം പെട്ടി പൂജിക്കാതെ ഒരു കാലത്ത് കേരളത്തിലേക്ക് പടം പ്രിൻ്റ് അയക്കില്ല. അപ്പോൾ ആദ്യത്തെ പ്രിൻറ്റും കൊണ്ട് വടവളഞ്ഞി ചെന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ മുരുകൻ എല്ലാവരെയും സഹായിക്കാറില്ല, നല്ല പടങ്ങളെ മാത്രം സഹായിക്കാറില്ല. സിനിമ ഒരു കാലത്ത് ഒരു 2-3 വർഷക്കാലം സിനിമയെ കാൽ കീഴിൽ കൊണ്ടു നടന്ന ഒരാൾ എറണാകുളത്തുണ്ടായിരുന്നു. കോരച്ചേട്ടൻ എന്നാണ് പേര്. കോരച്ചേട്ടൻ പറയല്ല, കോരച്ചേട്ടൻ ചീട്ടിട്ട് കശകണം, ചീട്ട് ഷവൾ ചെയ്ത് അതിൽ എന്തൊരു കണക്കാണ് പുള്ളി ചെയ്യണത്. പക്ഷേ പുള്ളി ഒരു ജ്യോതിഷം വയറ്റിപ്പഴപ്പിന് വേണ്ടിയല്ല. അദ്ദേഹം അവിടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു പോർട്ടിൽ. പക്ഷേ കോരച്ചേട്ടൻ പറയുന്നതിനപ്പുറം അനങ്ങാത്തവരുണ്ടായിരുന്നു. സ്വന്തം അച്ഛനും അമ്മയും ഇട്ട പേരിൽ പോലും ഒരു അഡീഷണൽ എയോ അഡീഷണൽ ഇയോ ഒക്കെ കയറ്റി പേരിനെ വിപുലീകരിച്ചവരുണ്ട്. കോരച്ചേട്ടൻ പറഞ്ഞു. അതുപോലെ കോരച്ചേട്ടൻ പറഞ്ഞിട്ട് ഇന്ന ആൾ തിരക്കഥ എഴുതട്ടെ, ഇന്ന ആൾ അഭിനയിക്കട്ടെ, ഈ വേഷം ആ നടൻ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് ചില നടന്മാരെ നടിമാരെ ഷെഡിലാക്കുകയും ചിലരെ വലിയ താരങ്ങളും ആക്കി. പക്ഷേ ഒരു കുറേ പ്രബലരായ സിനിമാക്കാർ കോരച്ചേട്ടൻ്റെ അന്ധമായി കോരച്ചേട്ടനെ വിശ്വസിച്ചവരായിരുന്നു. ചില ഷൂട്ടിംഗ് സൈറ്റുകൾ ഇതുപോലെ പറയും. ഇപ്പം വരിക്കാശ്ശേരി മന അതങ്ങനെയല്ല. അതെന്തോ പറ്റിയെന്നുണ്ടാൽ ഒരു പടം ഓടിയാലേ അത് സിനിമയിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു നല്ല ഒരു പടം ഇപ്പോൾ ഓടി, ഇപ്പം ഇനിയിപ്പോൾ പ്രണവിൻ്റെ പുറകെ ഒരുപാട് പേര് ഓടും. കാരണം ഈ പടം കോടികൾ ഉണ്ടാക്കി പ്രണവിനെ കിട്ടില്ല. അല്ല, കിട്ടില്ല എന്നുള്ള പിന്നത്തെ കാര്യം. പക്ഷേ ഇനി കഥ ചിന്തിപ്പിക്കുമ്പോഴൊക്കെ സിനിമാക്കാർക്ക് പ്രണവിനെ ഓർമ്മ വരും. അത് കാലാകാലങ്ങളിൽ ക്ലിക്കാവുന്നവരുടെ പുറകെ പോകുന്നതാണ്. അത് തിരക്കഥകൃത്തായാലും സംവിധായകനായാലും. ഇപ്പം നമ്മുടെ തരുൺ മൂർത്തി എന്ന് പറഞ്ഞ തുടരും എന്ന് പറഞ്ഞ പടം ചെയ്ത സംവിധായകൻ്റെ പുറകെ ആയിരിക്കും ഇനി കുറേ കാലം ആളുകൾ. കാരണം അത് തന്നെ. അപ്പോൾ എന്ത് പറ്റുന്നുണ്ടെങ്കിൽ വിജയങ്ങളാണ് സിനിമയിൽ ആവശ്യം. ആ വിജയങ്ങളുടെ പുറകെ ഓടും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുടക്കുന്ന പൈസ എല്ലാവരും എടുക്കുന്നത്, അടൂർ ഗോപാലകൃഷ്ണൻ മുതൽ KS ഗോപാലകൃഷ്ണൻ വരെ സിനിമ എടുക്കുന്നത് ഓടാനാണ്. ചിലർ പറയും ഞാൻ ഓടാൻ വേണ്ടിയല്ല എടുക്കുന്നത്, അത് ചുമ്മയാണ്. കാരണം ഇപ്പോൾ കൊല്ലത്തെ പ്രമുഖ വ്യവസായിയായിരുന്ന രവി മുതലാളി അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണല്ലോ അടൂരിൻ്റെയും അരവിന്ദിൻ്റെയൊക്കെ പടം എടുത്തിരുന്നത്. ജനറൽ പിക്ചേഴ്സ് രവി. അപ്പോൾ അദ്ദേഹം അച്ചാണി എടുത്തതായാലും ശരി, അടൂരിൻ്റെ എളുപ്പത്തെ എടുത്തായാലും ശരി, എല്ലാം ഓടാൻ വേണ്ടി തന്നെയാണ് എടുക്കണത്. ഒപ്പം നല്ല സിനിമയുടെ പക്ഷത്ത് നിൽക്കണം, ആ സിനിമ ഓടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോടികൾ മുടക്കുന്ന ഫീൽഡായതുകൊണ്ട് അതിൻ്റേതായ ഒരു പേടിയുണ്ട് എല്ലാവർക്കും. അപ്പോൾ സ്ക്രിപ്റ്റിന് തിരക്കഥ എഴുതാൻ പേപ്പർ വാങ്ങിക്കാൻ പോണത് നല്ല മുഹൂർത്തം നോക്കി പോകും. തിരക്കഥ പൂർത്തിയായാൽ താരങ്ങളെയൊക്കെ ഫിക്സ് ചെയ്ത് എന്താ പറയുക ഒരു പൂജ നടത്തുന്നത് നല്ല മുഹൂർത്തം നോക്കി നടത്തും. സ്വിച്ച് ഓൺ പൂജ. പിന്നെ 2-3 പടങ്ങൾ നന്നായിട്ട് ഓടിയ ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ തന്നെ ഷോട്ട് എടുക്കണമെന്ന് തോന്നും, അവിടെ ഷൂട്ട് ചെയ്യാം. എന്നാൽ പൊളിഞ്ഞു പോയി ഒരു പടം സംവിധായകൻ്റെ പിടിപ്പുകൾ കൊണ്ട് പടം പൊളിഞ്ഞു പോയാൽ ആ വീട് വേണ്ട കേട്ടോ, നെഗറ്റീവ് എനർജിയാണ് വേണ്ട എന്ന് പറയും. ആ വീടിൻ്റെ കുഴപ്പമല്ല വാസ്തവത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഷൂട്ടിങ് തീരുന്നതിൻ്റെ അന്ന് വലിയ കുമ്പളങ്ങ വാങ്ങിച്ചിട്ട് അതിനെ തുരന്ന് അതിനകത്ത് കുങ്കുമൊക്കെ നിറച്ച് എല്ലാവരും സെറ്റ് ചെയ്യുന്ന എല്ലാവരും അതിനകത്ത് കാശിടും. 1 രൂപ 2 രൂപ 5 രൂപ 10 രൂപയൊക്കെ അതിനകത്ത് ഇട്ടിട്ട് നിറച്ചിട്ട് പുറത്ത് ആരും ഇല്ലാത്തൊരു സ്ഥലത്തുണ്ട് പൊട്ടിക്കും. ഈ പൊട്ടിക്കുന്ന സ്ഥലം നേരത്തെ ഫിക്സ് ചെയ്യുമ്പം സിനിമയിലുള്ള ചില വേന്ദ്രന്മാരെ ഒളിച്ചിരിക്കും പതുങ്ങി. പൊട്ടിച്ചിട്ട് അവൻ തിരിയുന്നത് അതിൽ കാശ് എന്നുള്ളി പറയും. പക്ഷേ ഇവരായിരിക്കും ആരും എടുത്തില്ല. പിന്നെ ഞങ്ങൾ മദ്രാസിൽ കൊണ്ട് ഈ ഫിലിം ഡെവലപ്പ് ചെയ്ത് കിട്ടി നെഗറ്റീവ് കട്ടിങ് തുടങ്ങുമ്പോൾ, അതായത് പടം എല്ലാം ആയ ശേഷം നെഗറ്റീവ് കട്ടിങ് തുടങ്ങുന്നതിൻ്റെ അന്ന് വലിയ എഡിറ്റർ റൂമിൽ വലിയൊരു പൂജ നടത്തും. അതുപോലെ തന്നെ ചില ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ വെച്ച് ചിലർ സിനിമയിൽ ആദ്യം ഡബ് ചെയ്യുള്ളൂ പെണ്ണുങ്ങളെ കൊണ്ട്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ വിചാരിക്കുന്നത് എന്നോടുള്ള ബഹുമാനം കൊണ്ടാണ് ചെയ്യുന്നത്. എന്നോട് ഒരു സംവിധാനം പറഞ്ഞത് ദിനേശ് അതുകൊണ്ടൊന്നുമല്ല, ഈ വ്യഭിചാരിണികളെ കൊണ്ട് സ്വിച്ച് ഓൺ നടത്തിയാണ്.
വലിയ വിജയമായിരിക്കും. എതിരെ വന്നാലേ കണി കാണാൻ നല്ലതാണെന്ന് പറയും, എതിരെ വന്നാൽ നല്ലതാണെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ പശുവിൻ്റെ മൂത്രം ഒഴിക്കുന്ന അത് കണ്ടാൽ നല്ലതാണെന്ന് പറയുന്നത്. അതുപോലെ എല്ലാ കച്ചവടം നടത്തുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയെ വെച്ച് ആദ്യം ഡബ് ചെയ്യിക്കുമ്പോൾ ഈ പാവം ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റ് വിചാരിക്കുന്നത് എന്നോട് ആ സംവിധാനമുള്ള സ്നേഹം കൊണ്ടാണ്. സംവിധായകൻ്റെ മനസ്സിലെന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു കൂതറയെ കൊണ്ട് ചെയ്താലേ പടം വിജയിക്കൂ എന്നാണ് ചെയ്യണത്. ഇതെല്ലാം ചെയ്തിട്ട് അവസാനം ഇവർ ചെയ്യുന്നൊരു പണി എന്താണെന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൊണ്ട് റിലീസ് ചെയ്യും. അപ്പോൾ രാഹുലോ മനസ്സിലായോ, എല്ലാം ജാതകം നോക്കിയിട്ട് കൊണ്ട് റിലീസ് ചെയ്യുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രാഹുകാല സമയത്താണ്. ഇതൊന്നും വാസ്തവത്തിൽ സിനിമയുടെ വിജയത്തിന് അനിവാര്യമല്ല. സിനിമ നല്ലതായിരിക്കണം. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് സൈറ്റിലുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കാന്താര സിനിമയെ പറ്റിയിട്ട് കുറേ അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് ഒരുപാട്. അത് നമ്മൾ കാട്ടിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ തീയും കാറ്റും കാടും ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോൾ വേണോ റിസ്ക്കാണ്, അപകടം പറ്റാതെ ഉണ്ടാവുന്ന മരണങ്ങൾ. അതൊക്കെ യാദൃച്ഛമാണെന്നേ. എങ്കിൽ പിന്നെ ആ കാന്താര എടുത്ത സംവിധായകൻ്റെ എല്ലാ സിനിമയിലും നമുക്ക് വേണ്ടാത്ത, മലയാളത്തിൽ വേണ്ടാത്ത കുറേ എണ്ണത്തിനെ കൊണ്ട് അഭിനയിപ്പിച്ചാൽ പോരെ, ചാവുമല്ലോ ആൾക്കാർക്ക്. ഇതൊക്കെ വെറുതെ വെറുതെ. പക്ഷേ പത്മരാജൻ്റെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു പത്മരാജൻ്റെ സിനിമയെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു അവസാനം അദ്ദേഹത്തിൻ്റെ മരണത്തിനോട് അടുപ്പിച്ച ആ ഒരു സിനിമ വന്നതിനെ പറ്റിയിട്ടൊരു സംസാരമുണ്ട്. ഞാൻ ഗന്ധർവൻ അങ്ങനെ പറയുന്നു. അതെ. എന്നാൽ താങ്കൾ മനസ്സിലാക്കേണ്ടത് പത്മരാജൻ്റെ കുടുംബത്തിൽ ഞവരക്കൽ തറവാട്ടിൽ ഈ സർപ്പദോഷം ഉണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല. ഞാൻ ഒരു പാമ്പിനെ ഇന്നുവരെ തല്ലിക്കൊന്നിട്ടില്ല, കമ്പ് കൊണ്ട് ഓടിച്ചിട്ടേ ഉള്ളൂ. കാരണം സാധു ജീവിയാണ്, കാതു പോലും ഇല്ലാത്തൊരു പാവമാണ്. അതിനെ എന്തെങ്കിലും ശല്യം ചെയ്യുമെന്ന് തോന്നുമ്പോഴാണ് അത് കൊത്തണത്. അത് പേടിക്കുമ്പോഴാണ് കൊത്തണത്. പത്മരാജ സാറിൻ്റെ ഞവരക്കൽ തറവാടിന് ഒരു സർപ്പദോഷം ഉണ്ടെന്ന്, അവിടെ ജനിക്കുന്ന കുട്ടികളെല്ലാം 40 വയസ്സ് തികയുന്നതിന് മുമ്പ് മരിച്ചു പോകുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ പത്മരാജൻ്റെ ജ്യേഷ്ഠന്മാർ ഈ 40 കഴിയുന്നതിന് മുമ്പ് പടപടാന്ന് ഓരോരുത്തരായിട്ട് മരിക്കുമ്പോൾ ഇനി 2 മക്കളേ ഉള്ളൂ ബാക്കി, പത്മരാജനും അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനും. അപ്പോൾ ഒരുപാട് മൃത്യുഞ്ജയ പൂജകളും ഹോമങ്ങളും ഒക്കെ നടത്തി കാത്തിരുന്ന ആളാണ് അമ്മ. പക്ഷേ അദ്ദേഹം പോയി. പക്ഷേ പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരിക്കലും അദ്ദേഹം റൂമിൽ ഒറ്റയ്ക്ക് കിടക്കില്ല, പിന്നെ കട്ടിലിൽ കിടക്കില്ല, മെത്തേരപ്പുറത്ത് കിടക്കില്ല, നിലത്ത് തുണി വിരിച്ച് കിടക്കും. നടുവേദനയുടെ എന്തോ പ്രശ്നം, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്. കഷ്ടകാലത്തിന് എന്താ പറയുക, ഞാൻ ഗന്ധർവൻ എടുക്കുമ്പോഴാണ് മരിച്ചു പോയത്. എന്നാൽ അദ്ദേഹം സിനിമ എടുത്ത അദ്ദേഹത്തിന് ഈ ദോഷം വരാമെങ്കിൽ ഗന്ധർവനായവന് ദോഷം വരണ്ടേ? അവർക്കൊരു കുഴപ്പമില്ല. അതെന്താ അങ്ങനെ? അല്ലെങ്കിൽ പത്മരാജ സാർ പറഞ്ഞു വെച്ച് ഷോട്ടുകളെടുത്ത ക്യാമറമാന് ദോഷം വരണ്ടേ? വേണം എന്ത് പയറുപോലെ നടക്കണേ. ഇത് അല്ലെങ്കിൽ അത് നിർമ്മിച്ച ഗുഡ് നൈറ്റ് മോഹൻ സാറിന് ഒരു പ്രോബ്ലം ഇല്ല. എടാ യവൻ പൈസ മുടക്കിയതുകൊണ്ട്, ഗന്ധർവൻ്റെ പടം എടുക്കാൻ വേണ്ടി പൈസ മുടക്കിയതുകൊണ്ട് യവനൊരു പണി കൊടുക്കണമെന്ന് ഗന്ധർവൻ വിചാരിച്ചിട്ടേ ഇല്ല. സംവിധാനം ചെയ്യുക ഒരാൾക്ക് മാത്രം. അങ്ങനെ ഗന്ധർവൻ അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് പത്മരാജൻ സാർ എവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട് കോഴിക്കോട് ഹോട്ടലിൽ വെച്ച് കൊന്നുകളയാനൊന്നും വിചാരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അദ്ദേഹത്തിന് അനി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതെ, ഭരതനെ പോലെ ഉള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ വീണ്ടും മലയാളത്തിലോട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും നല്ലൊരു പടങ്ങൾ, അത്രയും ക്ലാസിക് ആയിട്ടുള്ള പടങ്ങൾ, അതായത് കലയും കൂടെ ചേർത്ത്, സിനിമ മാത്രമല്ല സിനിമയും കലയും കൂടെ സംയോജിപ്പിച്ച് ഏറ്റവും നല്ല ക്ലാസിക് വൈശാലി പോലുള്ള നല്ല പടങ്ങളെടുത്ത ആൾക്കാർ പിന്നീട് മലയാള സിനിമയിലെ ജനസിലോട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, അതിനും അങ്ങനെ നമ്മളൊരാളെ ഭരതൻ്റെ എത്ര കൂതറ പടമുണ്ട്. ചുരോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പടം എടുത്തു, പറഞ്ഞ പടമില്ലേ? അതെ, അതുപോലെ ഏതൊക്കെയോ എല്ലാ പടവും നല്ലതെന്നല്ല. അപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹത്തെക്കാൾ ഔട്ട്ഡോറിൽ പോയി വിപ്ലവം സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ അമ്മാവൻ, അങ്ങയുടെ അമ്മാവനല്ലേ, ചെറിയച്ഛൻ പി എൻ മേനോൻ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നടത്താണല്ലോ ഇയാൾ പഠിച്ചത്. അപ്പോൾ ഓളവും തീരം പോലെ ഒരു സിനിമ എടുത്ത പി എൻ മേനോനെ നമ്മളെന്തിനാ മറക്കണേ? ഇല്ല, ഞാൻ പറഞ്ഞ അതിനുശേഷം ഈ പുതിയ തലമുറയിൽ ഇപ്പം തന്നെ എത്ര പേരെന്നേ, എത്ര പുതിയ പിള്ളേരാ പയറുമല്ല സിനിമ എടുക്കുന്നത്. നമ്മൾ പത്മരാജനെ പോലെ ആയില്ലല്ലോ, അല്ലെങ്കിൽ ഭരതനെ പോലെ ആയില്ലല്ലോ എന്ന് വിചാരിക്കാതിരുന്നാൽ മതി. എങ്കിൽ പിന്നെ ഭരതൻ്റെ മകൻ സിദ്ധാർത്ഥൻ എന്താ ഭരതനാവാത്ത? അതല്ല, സിനിമ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. സത്യമാഷ് മരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു മലയാള സിനിമ തീർന്നു, ഇനിയൊരു അതിനേക്കാളും കാലിബറുള്ള എത്ര പേര് പിന്നെ വന്നു ഇല്ലേ? ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ, അല്ലെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മരിച്ചപ്പോൾ, EMS മരിച്ചപ്പോൾ, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ മരിച്ചപ്പോൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നു, ഇനി അത് നയിക്കാനുള്ള അതിന് അതൊക്കെ പോവും. അവനെ ഒരാളിനെയും വേറെ ആളൊരു കമ്പയർ ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഇപ്പോൾ മലയാളത്തിലെ ജീനിയസായി ഞാൻ വിശ്വസിക്കുന്ന ആളാണ് KG ജോർജ്. ആ KG ജോർജിൻ്റെ യവനിക പോലെ, എരകൾ പോലെ, ആദമിൻ്റെ ഭാര്യയിൽ പോലെ, പഞ്ചവടി പാലം പോലെ അദ്ദേഹം എടുത്ത പോലത്തെ ഒരു സിനിമ ഇവിടെ മലയാളത്തിൽ വേറെ ആരും അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ നമ്മുടെ അടൂർ വാരിക്കൂട്ടിയതുപോലത്തെ അവാർഡുകൾ വാങ്ങാനുള്ള മിടുക്കില്ല KG ജോർജ്. പുള്ളി പടം ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ.
അതിന് ശേഷമുള്ള അതിനൊന്നും പുള്ളി മെനക്കെടാറില്ല. ഞാൻ കരുതുന്നത് അടൂർ ഗോപാലകൃഷ്ണനേക്കാളും മേളിലാണ് KG ജോർജ്. അപ്പോൾ അത് എന്താ പറയുക, നമ്മളെ സിനിമകളിലെ ഞാനിപ്പോൾ താങ്കളുടെ വീട്ടിൽ വരുന്നൊരു ഷോട്ട് എടുക്കുകയാണ്, ഒരു കാർ വന്ന് നിന്നു, ഞാൻ താങ്കളുമായിട്ട് സംസാരിച്ചു, കാറിൽ കയറിയ നേരെ ഓടിച്ചു പോകും. കാരണം അവിടെ തിരിക്കാനുള്ള സമയം എടുത്താൽ ലാഗ് അടിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ യവനിയെ കണ്ടു നോക്കൂ. ഒരു നാടക നടിയെ വിളിക്കാൻ ആ നാടക വണ്ടി വന്ന് നിന്നിട്ട് ആ നാടകക്കാരിയെ കയറ്റി കഴിഞ്ഞാൽ അവിടെ ഇട്ട് തിരിച്ചാണ് പോണേ. സിനിമ നന്നായിട്ട് വഴങ്ങുന്ന, പിന്നെ അല്ല നന്നായിട്ട് വഴങ്ങുന്ന സംവിധായകനായിരുന്നു KG ജോർജ്. അദ്ദേഹവും പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ വഴിതെറ്റിപ്പോയി. ഇലവങ്കോട് ദേശം പോലെയൊക്കെയുള്ള കൂതറ സിനിമകളൊക്കെ ചെയ്തു. പക്ഷേ KG ജോർജിനെ പോലെ ഒരു മിടുക്കനായ സംവിധായകൻ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതുകൊണ്ട് മാത്രമല്ല, അങ്ങേ ജോൺ ശങ്കരമംഗലം അടക്കം അവിടുന്ന് പഠിച്ചു വന്ന എത്രയോ പേരുണ്ട്, അവരെല്ലാം ആവണ്ടേ, അതല്ല. പക്ഷേ അതുപോലെ തന്നെയാണ് ഭരതേട്ടൻ നമുക്കൊരു നഷ്ടമാണ്, പത്മരാജൻ നമുക്കൊരു നഷ്ടമല്ലേ. പത്മരാജൻ്റെ തിരക്കഥകൾ കൊതിക്കാത്ത ആരെങ്കിലും അല്ല, ഭരതൻ പത്മരാജൻ മാത്രമല്ല, അതിൽ ഐവിശേഷിയായിട്ട് ഭരതൻ അല്ല പത്മരാജൻ ഐവിശേഷിയായിട്ട് സഹകരിച്ചിട്ടുണ്ട്, ജോഷിയായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല. ഇപ്പോൾ തണുത്ത വെളുപ്പാങ്കാലത്ത് എന്ന് പറഞ്ഞാൽ ജോഷിയുടെ പടം കാണുമ്പോൾ നമ്മളുടെ ദേഹത്തൊരു തണുപ്പ് കയറും. അത് ആ പടം കാണുമ്പോൾ കണ്ടോണ്ടിരുന്നാൽ ഇവിടെ തിരുവനന്തപുരത്ത് മൊത്തം തിരുവനന്തപുരം ഷൂട്ട് ചെയ്തത്, കോളത്ത് ഷൂട്ട് ചെയ്തതാണ് പത്മരാജൻ്റെ സീസൺ. അപ്പോൾ നമ്മൾ ഒരാളായിട്ട് അങ്ങനെ പറയണ്ട. അപ്പോൾ ഭരതൻ പോയത് നമുക്ക് നഷ്ടം തന്നെയാണ്. ഇപ്പോൾ ഭരതൻ്റെ വൈശാലി എഴുതി കൊടുത്ത MT ഇല്ലെങ്കിൽ വൈശാലി നടക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഇല്ലെന്നേ. എല്ലാവരും നല്ലതും ചെയ്ത് അല്ല നല്ലതും ചെയ്ത് അത് ചിലത് ഒത്തുവരുന്ന. ഇപ്പോൾ ഒരു സിനിമ മോഹൻലാൽ നിർമ്മിക്കുന്ന ഒരു സിനിമ ഹുസൈൻ അബ്ദുള്ള എന്ന് പറഞ്ഞ പടം ഓടി തകർത്ത് നിൽക്കുക. മോഹൻലാലാണ് പ്രൊഡ്യൂസർ. ആ പ്രണവ് ആർട്സിൻ്റെ ആ പടം ഭയങ്കരമായിട്ട് ഓടി. അതേ ടീം തന്നെ അടുത്ത പടം ചെയ്യാൻ തീരുമാനിച്ചു. കഥയെല്ലാം റെഡിയായി. കോഴിക്കോട് മഹാറാണിയിൽ എല്ലാവരും എത്തി, മോഹൻലാൽ അടക്കം. അവിടെ വച്ച് മറ്റന്നാൾ തുടങ്ങുന്ന പടത്തിൻ്റെ തിരക്കഥ വായിച്ചു. ലോഹിതദാസാണ് സ്ക്രിപ്റ്റ്. അതിൻ്റെ ഒരു 1 ലൈൻ വായിച്ചു. ആ 1 ലൈൻ വായിക്കുമ്പോൾ അന്ന് എത്തിയ ആളാണ് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ജോസ് തോമസ്. കഥ കേട്ടാൽ പറഞ്ഞു, സാറേ ഈ പടമാണ് സാറേ ഒരു പൈങ്കിളി കഥ. ബാലചന്ദ്രൻ മേനോൻ്റെ മനോഹരമായി ഓടിയ പടം. ദൗർഭാഗ്യത്തിന് ലോഹിതദാസോ സിബിമലയിലോ പൈങ്കിളി കഥ കണ്ടിട്ടില്ല, മോഹൻലാലും കണ്ടിട്ടില്ല. ജോസ് തോമസ് പറഞ്ഞു, അയ്യോ ഇത് ഡിറ്റോ കഥയാണ്, ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം പൈങ്കിളി കഥയിൽ മധുസാർ ചെയ്ത വേഷം ഇതിൽ നെടുമുടി വേണുമാണ്. KM മാത്യുവിൻ്റെ മനോരമയുടെ മുതലാളിയായിരുന്ന KM മാത്യുവിൻ്റെ പോലെ നരച്ച വിഗ്ഗൊക്കെ ഉണ്ടാക്കി വേണിച്ചേട്ടൻ എല്ലാം റെഡിയാക്കി വെച്ച പടമാണ്. പടം നിന്നു. അപ്പോൾ ആലോചിച്ചപ്പോൾ ഈ പടം നിർത്തിപ്പോയാൽ ഒരു 10-40 ദിവസം മോഹൻലാൽ ഫ്രീ ആവും. പക്ഷേ അത് കഴിഞ്ഞാൽ മോഹൻലാലിന് കിട്ടണമെങ്കിൽ അയാളുടെ സ്വന്തം പടമാണെങ്കിൽ പോലും വർഷങ്ങൾ കഴിയും. എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു 3-4 ദിവസം വെറുതെ ഇരിക്കാം. അതിനിടയിൽ ഏതെങ്കിലും കഥ മനസ്സ് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് എന്താ പറയുക നടന്നെഴുതിയ സ്ക്രിപ്റ്റാണ് ഭരതം. അതായത് ഇവിടെ ഭരതൻ അല്ല സിബിമലയിലിന് ഒരു സീൻ എത്തുന്നു ലോഹിയുടെ. സിബിമലയിൽ അത് ചിത്രീകരിക്കുന്ന അതേ സമയത്ത് മദ്രാസിൽ രവീന്ദ്രനും കൈതപ്പുറം കൂടെ പാട്ട് ചെയ്യുന്നു. ഇതിൻ്റെ സീക്വൻസ് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനൊരു സന്ദർഭത്തിലേക്ക് ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് കൈതപ്പുറവും രവീന്ദ്രനും കൂടെ പാട്ടുണ്ടാക്കുന്നു. ഈ ഭരതം അങ്ങനെ തട്ടിക്കൂട്ടിയ ഒരു പടമാണ് എന്ന് ആരെങ്കിലും പറയും. മനോഹരമായ സിനിമയല്ലേ. അതിൽ ആ പാട്ടുകൾ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന കണ്ടാൽ എന്ത് രസം. അതിലേക്ക് വേണ്ടി ഉണ്ടാക്കിയെന്ന് തോന്നും. പക്ഷേ ഇതിങ്ങനെയാണ് ചെയ്തത്. ഷൂട്ടിങ്ങും റെക്കോർഡിങ്ങും രണ്ടിടത്തും നടന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സിനിമകൾ സംഭവിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ഇങ്ങനെ പറയും, സിനിമകൾ സംഭവിക്കുന്നതാണ്. അങ്ങനെ കരുതിയാൽ മതി. ചിലതിൽ വിജയിക്കുന്നുണ്ട്, എല്ലാവരും വിജയിക്കാനാണ് എടുക്കണം. KS ഗോപാലകൃഷ്ണൻ മുതൽ അടൂർ വരെ എടുക്കുന്നത് വിജയിക്കാൻ തന്നെ. പക്ഷേ എല്ലാം വിജയിക്കുന്നില്ല. അപ്പോൾ ഈ വിജയത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ ജ്യോതിഷവും മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു അന്ധവിശ്വാസങ്ങളിലോട്ട് ചിലർ പോകുന്നതെന്നാണ്. അതെ, അപ്പോഴും ചിലരല്ലേ താങ്കൾ പറയുന്നുള്ളൂ, എല്ലാവരും പറയുന്നില്ല. അപ്പോൾ പിന്നെ എല്ലാവരും വിജയിക്കാൻ എടുക്കുമ്പോഴേ 2-3 പേര് അവരുടെ വിശ്വാസങ്ങളുടെ പേരിൽ പോകുന്നെങ്കിൽ പോട്ടെന്നേ. വേളാങ്കണ്ണി കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഭീമാപ്പള്ളി ചെന്ന് പ്രാർത്ഥിക്കും. ഏതെങ്കിലും ലൊക്കേഷൻ വളരെ പോസിറ്റീവായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് ഒരു കാലത്തെ ഷൂട്ടിംഗ് ഫ്ലോറായിരുന്നു. കാരണം ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നടന്മാരെ ഡേറ്റ് മാറ്റിക്കൊണ്ട് വന്നിട്ട് നോക്കുമ്പോൾ അത് വരിക്കാശ്ശേരി വേറെ ഒരു പ്രൊഡക്ഷൻ ബുക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ചോദിക്കും ഒരു 2 ദിവസം 28-29 അന്ന് മാത്രമേ മോഹൻലാലുള്ളൂ, അതൊന്ന് തീർക്കാനാണ് എന്ന് പറഞ്ഞ് വന്ന് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു. അത്രയും തിരക്കുള്ള ഒരു സ്റ്റുഡിയോ ഫ്ലോറായിരുന്നു വരിക്കാശ്ശേരി. അതുപോലെ കുറേ സ്ഥലങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ പൊന്മുടി ഷൂട്ട് ചെയ്താൽ ഓടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പൊന്മുടിയിൽ പടം ഓടില്ല എന്ന് പറയുന്ന അതേ കാലത്താണ് ശശികുമാർ സാറിൻ്റെ പഴയ കാലത്തെ പിക്നിക് എന്ന പടം ഭയങ്കര സൂപ്പർ ഡൂപ്പർ സിനിമയായിരുന്നു.
പക്ഷേ അതിനുശേഷം വന്ന ചില സിനിമകൾ ഓടാതായപ്പോൾ പൊന്മുടി അൺലക്കിയായിട്ട് മാറ്റി. അതെ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളാണ്. നമ്മൾ നന്നായിട്ട് എടുത്ത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്താൽ നന്നായിട്ട് പോകും. ചിലതൊക്കും ചിലതൊക്കില്ല. നിങ്ങളൊരു നല്ല സിനിമ എടുത്തുകൊണ്ട് വന്ന് റിലീസ് ചെയ്യുന്നതിൻ്റെ അന്നേ ന്യൂൺ ഷോയ്ക്ക് കേരളം മുഴുവൻ പേമാരിയാണെങ്കിൽ അന്ന് തീർന്നില്ലേ? എത്ര നല്ല പടമായിരുന്നു. ഇപ്പോൾ ലോകദാസ് തിരക്കഥ എഴുതി M.A. വേണു സംവിധാനം ചെയ്തത് ചകോരം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. മനോഹരമായ സിനിമയാണ്. മുരളിയും ശാന്തികൃഷ്ണയും അഭിനയിച്ച. എനിക്ക് മുരളിയണ്ണന് ഇത്രയും ഹ്യൂമർ വഴങ്ങുമെന്ന് മനസ്സിലായത് ആ പടത്തിലാണ്. അതുപോലെ തന്നെ ഇത്രയും ക്രൂരയായ വളരെ കട്ട് ആൻഡ് റൈറ്റായ ഒരു സ്ത്രീയായിട്ട് ശാന്തികൃഷ്ണയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച പടം. ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ പടം വന്നതിൻ്റെ അന്ന് നമ്മുടെ അറ്റ്ലസ് ജ്വല്ലറി രാമേന്ദ്രൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തത്, വൈശാലി രാമേന്ദ്രൻ. ആ പടം ഇറങ്ങുന്ന ആദ്യ ഷോയുടെ അന്ന് കേരളം മുഴുവൻ പേമാരിയായിരുന്നു. ഒരാൾ തിയേറ്ററിലെത്തില്ല. ആദ്യ ഷോ ഹോൾഡ് ഓവറായി. ആ M.A. വേണു പിന്നെ സംവിധാനമേ ചെയ്തിട്ടില്ല. ഇപ്പം പടം വരച്ച് പെയിൻറ്റിങ്ങൊക്കെ നടത്തി പെയിൻറ്ററായിട്ട് ജീവിക്കും. അപ്പോൾ അത് നിമിത്തങ്ങളാണ്. അതൊന്നും നമ്മുടെ കയ്യിലല്ല. ഒരു ഹർത്താലോ ഒരു മഴയോ വിചാരിച്ചാൽ ഒരു സിനിമയെ തീർക്കാൻ സാധിക്കും. എന്തായാലും ഈ വിവരങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം.